ഹലോ അസ്സലാമു അലൈക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് 26ാമത്തെ നോമ്പാണ്. രാവിലെ തന്നെ ഈസിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഒരു 7 മണിക്കാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാനൊന്ന് കിടന്നപ്പോൾ തന്നെ 6-6:30 ആയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഒരു 7 മണിയായപ്പോൾ ഫേസൂട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ പാടായിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നേ. ഇങ്ങനെ എഴുന്നേക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട്, സുബൈയുടെ ബാങ്ക് പഠിച്ചവനെ ഒരു 8 മണിയിലോട്ട് മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്നേന്ന്. കാരണം നമുക്ക് നോമ്പില്ലാന്നുണ്ടെങ്കിൽ 3 നേരം വെച്ചുണ്ടാക്കി ഇതിനൊക്കെ കഴിപ്പിക്കണം. അത് വല്ലാത്തൊരു ടാസ്ക്കാണ്. ഒന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഹേസൂട്ടിന് ഒരു 7:15 തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ കണ്ണ് തുറക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു 7:30 വരെ ഞാൻ ഇങ്ങനെ തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കുറുക്ക് കാച്ചി കൊടുത്തു. ഇന്ന് റവയാണ് കേട്ടോ കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല. വാപ്പച്ചിയും മച്ചും ഉറക്കമാണ്. ഇനി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരെ പോയി ഇനി ഉണർത്തിയാലോ എന്ന് പേടിച്ച് പുറത്തൊക്കെ ഒന്ന് നടത്തിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാ. അത് ഒരു വെള്ളിയിൽ മാത്രമേ ഉള്ളൂ. അതാണ് ട്വിസ്റ്റ് കേട്ടോ. നമ്മൾ നെല്ലിയിലാണ് ഇപ്രാവശ്യം നമ്മൾ പാഷൻ ഫ്രൂട്ട് വളർത്തി വിട്ടിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹേസൂട്ടിൻ്റെ ബഹളമൊക്കെ കേട്ടിട്ട് ഉമ്മച്ചി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. എഴുന്നേറ്റ് പാടെ തന്നെ പുളിഞ്ചിക്ക അരിയാനായിട്ട് ഇരിക്കുകയാണ്, അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ശരിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പുളിഞ്ചിക്ക. നമ്മുടെ ഇരുമ്പുളി അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി അച്ചാറിടാനുള്ള ശ്രമമാണ് ഉമ്മച്ചി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് അടിച്ചു വാരലൊക്കെ ഉണ്ടായിരുന്നേ രാവിലെ. കാരണം ഇന്ന് നല്ല ദിവസമല്ലേ, 27 രാവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചൊന്ന് വൃത്തിക്ക് ഇരിക്കാതൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഹേസൂട്ടിന് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞി ഒട്ടും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നിർബന്ധിച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നീട് പെട്ടെന്ന് തന്നെ ചോറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറാക്കിയിട്ടുണ്ടായിരുന്നു. തോരനോ വിഴുക്കോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്യാനായിട്ട് വന്ന സമയത്ത് ചെറുക്കൻ ഉറങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മണിയായാലും എഴുന്നേക്കാത്ത രീതിയിൽ കിടന്ന് ഉറങ്ങിക്കളയും. ചില ദിവസം അങ്ങനെയാണ്, നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ട് ഉറങ്ങിക്കളയും. അതുകൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചേ. ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് കുളിപ്പിക്കാത്തത് എന്താണെന്ന്. ഇവനാണെന്നുണ്ടെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഉറങ്ങണം. അവന് കുളിച്ച് കയറി അപ്പം തന്നെ ഉറങ്ങണം. അങ്ങനെയാണ് കേട്ടോ. പിന്നീട് കഴിക്കാനൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ നോക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു, കുളിപ്പിച്ച് കഴിഞ്ഞാൽ കഴിപ്പിക്കാനായിട്ട് നോക്കുമായിരുന്നു. പക്ഷേ കുളിച്ച് കഴിയുന്ന സമയത്ത് പിന്നീട് അവന് പെട്ടെന്ന് ഉറക്കം വരുന്നത് കൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും കാണൂല. ഫുള്ള് ബഹളമായിരിക്കും, കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ പിന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സുന്ദര കുട്ടപ്പനൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഒരു കോംബോ സെറ്റിലുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഹേസൂട്ട് ഇട്ടേക്കുന്നത്. ചോറാക്കിയിട്ടുള്ള സമയത്ത് തന്നെ ഹേസൂട്ടിന് ഉറക്കമൊക്കെ വന്നതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് സോട്ട് ചെയ്ത് അതിനകത്ത് ചോറൊക്കെ ഇട്ടിട്ട് എടുക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ്. ആൾ തനിയെ കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷേ പകുതി കഴിയുമ്പോൾ പിന്നീട് അവിടെ കളഞ്ഞിട്ട് പോകും. പിന്നെ ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുത്താൽ മാത്രമാണ് ആൾ വാ തുറക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഉമ്മച്ചി കുക്കിങ്ങിൽ പരിപാടിയിലൊക്കെയാണ്. ബീൻസ് മെഴുക്കുരട്ടിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചക്ക വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി പുറത്തുണ്ട്. എല്ലാം പുറത്താണ് കേട്ടോ ഇപ്പോൾ വെക്കുന്നത്. അടുപ്പിൽ നമ്മുടെ സെക്കൻഡ് കിച്ചൺ ഉണ്ടല്ലോ, അതിനകത്താണ് ഇപ്പോൾ എല്ലാം വെക്കുന്നത്. കാരണം വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഗ്യാസിന് ഇപ്പോൾ ഷോർട്ടേജ് ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് കൂടുതൽ സാധനം മെയിൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ഒതുക്കാനുണ്ടായിരുന്നു. കിച്ചണൊക്കെ ഒതുക്കി. ബീൻസ് മെഴുക്കുരട്ടി ഉണ്ട്, പിന്നെ മീൻകറി ഉണ്ട്. അപ്പോൾ ആ ഐറ്റംസൊക്കെ ആക്കി ചോറും റെഡിയാക്കി അകത്തൊക്കെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഹേസൂട്ടൻ വന്നിട്ട് ഭയങ്കര കരച്ചിലും സീനൊക്കെ ആയിരുന്നു. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടൊന്ന് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത സമയത്ത് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞാനെടുത്ത് കൗണ്ടർ ടോപ്പിൽ ഇരുത്തിയതാണ്. പിന്നെ അങ്ങോട്ട് ജീരകത്തിൻ്റെയും കടുകിൻ്റെയൊക്കെ ടിന്നെടുത്തിട്ട് സ്റ്റാക്ക് ചെയ്ത് കളിക്കുകയായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ അത് തുറന്നൊക്കെ എടുക്കും കേട്ടോ. ഞാൻ എല്ലാം ടൈറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ആളെ പിടിച്ചിരുത്തുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒരു സംഭവം പാളിപ്പോയി. ഞാൻ എണ്ണയുടെ ആ ഒരു നെയ്യുടെ കുപ്പി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് നന്നായിട്ട് ലിക്വിഡ് ഫോമിലായിട്ട് ഇരിക്കുകയായിരുന്നു, കട്ടിയൊന്നും ഇല്ലാതെ. കാരണം നല്ല ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതെടുത്തിട്ട് ചരിച്ചിട്ട് പതുക്കെ എന്നെ തിരിഞ്ഞ് നോക്കി. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ഒരു കള്ളത്തരം ഫീൽ ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പം ആ ഒരു നെയ്യ് എടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ.
പിന്നെ ഞാൻ എപ്പോഴും തന്നെ 2 വഴക്ക് കൊടുത്തു. ആ വഴക്ക് പറഞ്ഞതിൻ്റെ സങ്കടത്തിൽ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉറക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ചില ദിവസങ്ങളിൽ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആവും. അപ്പോൾ ഞാൻ 2 വഴക്ക് കൊടുക്കും. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് ഉറക്കം വന്നിട്ടാണെന്ന്. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്നതാണ്. ഇപ്പോൾ ഒരു 2 മണിയായിട്ട് ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നലെ നേരത്തെ കിടന്നിട്ടായിരിക്കും കുട്ടിക്ക് ഇന്ന് രാവിലെ തന്നെ എഴുന്നേൽക്കാൻ തോന്നിയെന്നേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ കിച്ചണിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു നെയ്യൊക്കെ തട്ടിയിട്ട് കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ചപ്പം ഒക്കെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ വഴക്കൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് കിടത്തി ഉറക്കിയിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചി പുറത്ത് കോഴിയുടെ കാര്യങ്ങളും മുറ്റമൊക്കെ തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇത് അരിഞ്ഞെടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ സവാളയൊക്കെ എല്ലാം ചീത്തയായി പോയിട്ടുണ്ട്. എപ്പോഴത്തെ സവാള എല്ലാം ചീത്തയായി പോവാണ്, പെട്ടെന്ന് തന്നെ ചീത്തയായി പോണേ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഒരു പാത്രത്തിലാക്കി. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ അപ്പം ചുടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ അടുത്ത് പോയി ഫ്രഷ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു, പാലൊക്കെ. അങ്ങനെ പാലൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം ചുടാമെന്ന് പറഞ്ഞു. ഇപ്പുറത്ത് തന്നെ ചിക്കനുള്ള ഐറ്റംസൊക്കെ കുക്കറിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്കറൊക്കെ അടുപ്പിൽ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, സവാളയും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മസാലയൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം വിസിൽ അടുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ കുക്കറിൽ ആ ഐറ്റംസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അപ്പവും ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കെന്തോ അപ്പം ചുടുന്ന സമയത്ത് ഉമ്മച്ചി ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. കാരണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നടുക്ക് വലുതായിട്ടുണ്ടാവില്ല. ഞാനങ്ങനെ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഞാൻ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു കഴിക്കാനായിട്ടൊരു ഗുമ്മില്ല. നമുക്ക് എല്ലാവർക്കും ഉമ്മച്ചി ഉണ്ടാക്കുന്ന അപ്പമാണ് കേട്ടോ ഇഷ്ടം. കാരണം നല്ല സൈഡൊക്കെ മൊരിഞ്ഞ് അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു അപ്പമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ലൈവായിട്ട് ചുടുന്ന അപ്പമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അത് കുറച്ച് ടാസ്ക്കാണ് എങ്കിലും ഉമ്മച്ചി ഇങ്ങനെ ചൂടോടെ കൊണ്ടുവരുന്ന സമയത്ത് അത് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ എന്തായാലും നോമ്പിൻ്റെ സമയത്തൊന്നും നടക്കില്ല. കാരണം എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും യാല്ലാന്ന് പറഞ്ഞിട്ട് പോയി കിടക്കും. അമ്മാതിരി ക്ഷീണമാണ് കേട്ടോ. ലാസ്റ്റൊക്കെ ആദ്യമൊക്കെ അത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നതിന് ശേഷം പോയൊരു കിടക്കും നമസ്കരിച്ചതിനൊക്കെ ശേഷം. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് കേട്ടോ. നല്ല ക്ഷീണമുണ്ട് ഇപ്പോൾ, നല്ല ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് ഷമാമും അതേപോലെ ചിക്കുവും ഒക്കെ ഇട്ടിട്ട് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ച്. നച്ചുമാർ അവിടെ നിന്ന് കുറച്ച് സപ്പോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ചിക്കു ഇല്ലേ അത്. അപ്പോൾ അതും ഷമാമും പഴവും പാലും ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ആക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പാല് വാങ്ങിക്കാൻ മറന്നുപോയി എന്നുള്ളത് ആലോചിച്ചത്. അതിനിടയ്ക്ക് തന്നെ അമ്മച്ചി പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനിടയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മച്ചി പെട്ടെന്ന് തന്നെ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന സമയത്ത് കുറച്ച് പുളിമുട്ടായി കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. സത്യത്തിൽ ഇത് നമ്മൾ കഴിച്ചു പോലും നോക്കിയില്ല കേട്ടോ, അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, മറന്നുപോയി ഇതിൻ്റെ കാര്യം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പാലൊക്കെ തിളപ്പിച്ചാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ തണുപ്പ് കഴിച്ച് നമ്മുടെ തൊണ്ട എല്ലാം അടിച്ചു പോയിട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇപ്പം നോമ്പ് പറഞ്ഞിട്ട് നല്ല തണുത്തത് കഴിച്ച് എല്ലാവർക്കും കിഷ്കിഷാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ പാസ്ചറൈസ്ഡൊക്കെ ചെയ്തത് കൊണ്ട് പാലങ്ങനെ ഡയറക്റ്റ് തന്നെയായിരുന്നു ഒഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും തൊണ്ട പ്രശ്നമായതുകൊണ്ട് പിന്നെ എല്ലാം ഫ്രിഡ്ജിലൊക്കെ ഇരുന്നതുകൊണ്ട് ഷമാമും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലിരുന്നതും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടി തണുപ്പാവുമെന്ന് എഴുതിയിട്ട് ഉമ്മച്ചി കുറച്ച് ഒന്ന് ചൂടാക്കിയിട്ടായിരുന്നു കേട്ടോ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈത്തപ്പഴവും നട്ട്സും ഒക്കെ ഇട്ടടിച്ചിട്ട് നല്ല ചിക്കു ഷേക്ക് ഇവിടെ റെഡിയാണ്. ചിക്കു ഷമാം ഷേക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സൊക്കെ എല്ലാം കട്ട് ചെയ്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് കേട്ടു. അങ്ങനെ ഞാനും ഉമ്മച്ചി നോമ്പൊക്കെ തുറന്നു. ഹെയ്സുട്ട് ഉറക്കമായതുകൊണ്ട് നോമ്പ് ഉറക്കാനായിട്ട് ഒരു ഗുമ്മില്ലായിരുന്നേ. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ബഹളമൊക്കെ വെച്ച് ആകെ ഒന്ന് ഓണായി കഴിഞ്ഞാൽ നമുക്കൊരു രസമുള്ളൂ. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഉറങ്ങിക്കിടക്കും വീട്, അതാണ് വല്ലാത്തൊരു അവസ്ഥ. അതൊക്കെ കഴിഞ്ഞിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് നമ്മൾ നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ചിക്കു ഷേക്ക് എന്തായാലും പൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമസ്കരിക്കാൻ പോയ സമയത്താണ് ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഈ ഒരു പാണ്ടേരെ കണ്ണും മൂക്കും എല്ലാം പറിച്ചുകൊണ്ട് പോയിരിക്കുകയാണേ.
ഇത് എപ്പോൾ വന്ന് എടുത്തെന്ന് എനിക്കറിയില്ല. അതിൻ്റെ മൂക്കൊക്കെ അവൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. ഉറങ്ങിയ സമയത്താണ് ഞാൻ കാണുന്നത്. ഇതെന്തിൻ്റെയാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്നു കുറേ നേരം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നോക്കിയ സമയത്താണ് ഇത് കാണുന്നത്. എന്തായാലും എൻ്റെ മൂക്കും കണ്ണൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ഒട്ടിച്ച് വെക്കണം. എന്തോ കണ്ടപ്പോൾ ഒരു സങ്കടമായിരുന്നു. എന്ത് കാര്യത്തിൻ്റെ അടുത്ത് ഒരുപാട് അങ്ങ് അറ്റാച്ച്ഡ് ആവില്ലെന്ന് പറയുന്നത് സത്യമാണല്ലേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ വക ഐറ്റംസിൻ്റെ അവിടെ വലിയ ക്രേസ് ഇല്ലാത്തതായിരുന്നു. പക്ഷേ എന്തോ ഇത് വാങ്ങിച്ച സമയത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വല്ലാത്തൊരു സങ്കടമായി. അങ്ങനെ ഞാൻ നമസ്കരിക്കാനായിട്ട് കയറിയ സമയത്ത് യേശുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ എഴുന്നേൽപ്പിച്ച് കുറച്ചൊന്ന് ആശ്വസിപ്പിച്ചു. കാരണം കരഞ്ഞിട്ടൊക്കെയാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ നമസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങി വന്നു. യേശുട്ടന് കുറുക്ക് കാച്ചി ചെയ്യാനിടയിൽ തന്നെ ഞാൻ അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ ഇട്ടു. 27 രാവായതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നേരത്തെ തന്നെ ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തൊക്കെ വയ്ക്കാം. ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമസ്കാരത്തിലേക്ക് പോവുകയാണേ. അപ്പോഴാണ് നച്ചുമാരെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. ചക്ക നന്നായിട്ട് പഴുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല വരിക്കച്ചക്കയായിരുന്നേ. അങ്ങനെ ചക്കയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തന്നെ നമസ്കരിക്കാനും ഓതാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 27 രാവെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ലീലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമസ്കരിക്കാനും ഓതാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പോൾ ബൈ.